അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 4 വെള്ളിയാഴ്ച. വയനാട് ദുരന്തത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് കേരള നിയമസഭയുടെ 12ാം നിയമസഭാ സമ്മേളനത്തിന് തുടക്കം. വയനാട്ടിലെ പുനരധിവാസത്തിന് സർക്കാർ നടത്തുന്നത് അശ്രാന്ത പരിശ്രമമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. വയനാട് പുനരധിവാസ പദ്ധതിക്ക് പ്രാഥമിക രൂപരേഖയെന്ന് റവന്യൂ മന്ത്രി കെ രാജനും അറിയിച്ചു. ഭാവിയിലെ ആവശ്യങ്ങൾ കൂടി കണക്കിലെടുത്ത് സൗകര്യങ്ങൾ ഒരുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വയനാട് പുനരധിവാസത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. താൽക്കാലിക സഹായം പോലും നൽകാത്ത കേന്ദ്ര നടപടി വിമർശിക്കാതെ പോകാനാകില്ലെന്നും പുനരധിവാസത്തിൽ പ്രതിപക്ഷം നൽകിയത് സമാനതകളില്ലാത്ത പിന്തുണയാണെന്നും മാതൃകാ പുനരധിവാസം നടപ്പാക്കണമെന്നും സതീശൻ നിയമസഭയിൽ ആവശ്യപ്പെട്ടു. വയനാട് ദുരന്തത്തിൽ മാധ്യമങ്ങളെ വിമർശിച്ച് സ്പീക്കർ AN ഷംസീർ. ദുരന്ത സമയത്ത് ഒപ്പം നിന്നെങ്കിലും പുനരധിവാസത്തിന് വാർത്താ പ്രാധാന്യം നൽകുന്നില്ല. മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്ന് വാർത്ത അപ്രത്യക്ഷമായെന്നും സ്പീക്കർ പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ സ്നേഹഭാവം വലിയ പ്രതീക്ഷയാണ് വയനാടിന് നൽകിയതെന്നും എന്നാൽ സഹായം വൈകുന്നതിൽ വലിയ ആശങ്കയെന്നും മുറിവുണങ്ങും മുൻപേയാണ് സഹായം എത്തിക്കേണ്ടതെന്നും ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. കേന്ദ്ര സമീപനത്തിൽ നിരാശയെന്നും വയനാടിന് വേണ്ടത് പ്രത്യാശയുടെ വെളിച്ചമാണ് എന്നും കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒരുമിക്കണമെന്നും മന്ത്രി റോഷൻ അഗസ്റ്റിൻ നിയമസഭയിൽ പറഞ്ഞു. കേന്ദ്ര സമീപനം വിഷമം ഉണ്ടാക്കുന്നതെന്നും നല്ല തീരുമാനങ്ങൾ പ്രതീക്ഷിക്കുകയാണെന്നും PK കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. വയനാട്ടിൽ സർക്കാർ ഒരുക്കുന്ന ടൗൺഷിപ്പിൽ പുനരധിവാസം നൽകേണ്ട മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പ്രാഥമിക പട്ടിക ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയായേക്കും. കളക്ടറുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അംഗങ്ങളും ചേർന്നാകും ഗുണഭോക്താക്കളെ കണ്ടെത്തുക. നെടുമ്പാല HMLലെ 41 ഹെക്ടർ, കൽപ്പറ്റ എൽസ്റ്റണിലെ 45 ഹെക്ടർ എന്നിവിടങ്ങളിൽ ടൗൺഷിപ്പ് നിർമ്മിക്കാനാണ് ശ്രമം. വയനാട് ദുരന്തത്തിൽ സർക്കാർ തയ്യാറാക്കിയ എസ്റ്റിമേറ്റിന്റെ മാനദണ്ഡം അറിയിക്കാൻ ആവശ്യപ്പെട്ട് ഹൈക്കോടതി. ദുരന്ത നിവാരണവും പുനരധിവാസവുമായി ബന്ധപ്പെട്ട വിവിധ ആവശ്യങ്ങൾക്കായി സർക്കാർ തുക കണക്കാക്കിയിരുന്നു. ഇതിന്റെ വിശദാംശങ്ങളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മന്ത്രിസ്ഥാനത്തിനുള്ള തന്റെ അയോഗ്യത എന്തെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കണമെന്ന് NCP നേതാവും കുട്ടനാട് MLAയുമായ തോമസ് K. തോമസ്. ഉടൻ തീരുമാനം എടുത്തില്ലെങ്കിൽ കടുത്ത നടപടിയിലേക്ക് പോകേണ്ടിവരുമെന്നും അദ്ദേഹം പറഞ്ഞു. ശരത് പവാറിന്റെ കത്ത് നൽകിയിട്ടും മുഖ്യമന്ത്രി പരിഗണിക്കാത്തതിലുള്ള രോഷമാണ് തോമസ് K. തോമസ് പ്രകടിപ്പിച്ചത്. 3 ദിവസത്തിനുള്ളിൽ നിലപാട് വ്യക്തമാക്കണമെന്ന് തോമസ് K. തോമസ് PC ചാക്കോയെ അറിയിച്ചു. ഔദ്യോഗിക രഹസ്യം ചോർത്തിയെന്ന പരാതിയിൽ MLA PV അൻവറിനെതിരെ മഞ്ചേരി പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. മലപ്പുറം അരീക്കോട് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് സൂപ്രണ്ടിന്റെ പരാതിയിലാണ് കേസ്. അൻവറിന്റെ വാർത്താ സമ്മേളനത്തിൽ നൽകിയ പരാമർശങ്ങൾ ആധാരമാക്കി ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് IT ആക്ട് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. സർക്കാരിനും പോലീസിനുമെതിരെ വീണ്ടും വിമർശനവുമായി MLA PV അൻവർ. താൻ കുത്തുന്നത് കൊമ്പനോടാണെന്നും തന്നെ വളഞ്ഞിട്ട് കുത്താൻ ശ്രമിക്കുന്നത് കുങ്കിയാനകളാണെന്നും PV അൻവർ പരിഹസിച്ചു. ചുരുങ്ങിയത് 100 കേസുകൾ വരുമെന്നും കേസുകൾ സ്വയം വാദിക്കാൻ LLBക്ക് പഠിക്കാൻ പറ്റുമോ എന്നാണ് ചിന്തിക്കുന്നതെന്നും PV അൻവർ പറഞ്ഞു. ഫോൺ ചോർത്തുന്നു എന്ന് പറഞ്ഞതിനാണ് കേസെന്നും ഫോൺ ചോർത്തുന്നവർക്കെതിരെ കേസില്ലെന്നും ഇതെന്ത് നീതിയെന്നും PV അൻവർ ചോദിച്ചു. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കണമെന്ന ആവശ്യത്തിൽ നിലപാട് കടുപ്പിച്ച് CPI. നിയമസഭാ സമ്മേളനം സജീവമാകുന്ന തിങ്കളാഴ്ചയ്ക്കുള്ളിൽ വിഷയത്തിൽ തീരുമാനമുണ്ടാകണമെന്ന് മന്ത്രിസഭാ ഉപസമിതി യോഗത്തിൽ മന്ത്രി K. രാജൻ ആവശ്യപ്പെട്ടു. തൃശൂർ പൂരം കലക്കലിൽ DGP നൽകിയ റിപ്പോർട്ട് തന്നെ DGPയെ മാറ്റാൻ പ്രാപ്തമാണെന്നും തീരുമാനം അനന്തമായി നീട്ടാൻ കഴിയില്ലെന്നും മന്ത്രി അറിയിച്ചു. നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിയ ഗൺമാൻമാർക്ക് ക്ലീൻ ചിറ്റ് നൽകിയതിൽ പ്രതിഷേധം. കേസ് അന്വേഷണത്തിൽ പോലീസ് തുടക്കം മുതലേ ഉരുണ്ടുകളിച്ചെന്ന് മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് നേതാവ് അജയ് ജുവൽ കുര്യാക്കോസ് പ്രതികരിച്ചു. പോലീസിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും അജയ് വ്യക്തമാക്കി.
മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരായ പോലീസ് ഉദ്യോഗസ്ഥർ അനിൽകുമാറും സന്ദീപും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ക്രൈംബ്രാഞ്ച് നടത്തിയ ഊർജിതമായ അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിയാതെയിരുന്ന വീഡിയോ ഡിജിപിക്കും ക്രൈംബ്രാഞ്ച് മേധാവിക്കും കൈമാറിയെന്നും രാഹുൽ വ്യക്തമാക്കി. ഇനിയും കാണാൻ പോലീസിന് പറ്റുന്നില്ല എങ്കിൽ കാണിക്കാൻ യൂത്ത് കോൺഗ്രസിന് അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ഓണം 100-ാം ഓണം, സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ട് പ്രക്ഷോഭത്തിനൊരുങ്ങി KPCC. നാളെ മുതൽ ഒക്ടോബർ 20 വരെ ബ്ലോക്ക് തലം കേന്ദ്രീകരിച്ച് സംസ്ഥാന വ്യാപക ക്യാമ്പയിൻ നടത്താനാണ് തീരുമാനം. 1494 മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ 1500 കേന്ദ്രങ്ങളിലായി രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ നടത്തുമെന്നും സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി M. ലിജു അറിയിച്ചു. കേരള നിയമസഭ പിരിച്ചുവിട്ട് തന്റെ മുന്നിലുള്ള വാതിലിലൂടെ ഇറങ്ങിപ്പോവുക എന്ന ഒറ്റ വഴി മാത്രമാണ് മുഖ്യമന്ത്രിയുടെ മുന്നിലുള്ളതെന്ന് BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ. പിണറായിയുടെ പ്രേമഭാജനമാണ് VD സതീശനെന്നും മുഖ്യമന്ത്രി ഇടയ്ക്കിടെ ചെറിയ തുണ്ടുകടലാസിൽ VD സതീശനെ കത്തെഴുതി നൽകുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച ലോറി ഡ്രൈവർ അർജുന്റെ കുടുംബം സൈബർ ആക്രമണത്തിനെതിരെ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തു. ലോറി ഉടമ മനാഫ്, സോഷ്യൽ മീഡിയയിൽ പ്രചാരണം നടത്തുന്നവർ തുടങ്ങിയവരെ പ്രതി ചേർത്തുകൊണ്ടാണ് പോലീസ് കേസെടുത്തത്. എന്നാൽ മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചിട്ടില്ലെന്ന് മനാഫ് പറഞ്ഞു. തന്നെ ശിക്ഷിച്ചാലും അർജുന്റെ കുടുംബത്തോടൊപ്പം നിൽക്കുമെന്നും മനാഫ് പ്രതികരിച്ചു. യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പരിശോധിക്കാമെന്നും താൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും അർജുന്റെ കുടുംബത്തിന് ചെയ്തിട്ടില്ലെന്നും താൻ കാരണം അവർക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുകൂടി ഇന്നലെ മാപ്പ് പറഞ്ഞതോടെ എല്ലാം അവസാനിച്ചെന്നാണ് കരുതിയതെന്നും ഇപ്പോൾ വലിയ മാനസിക സംഘർഷത്തിലാണെന്നും വികാരാധീനനായി മനാഫ് കൂട്ടിച്ചേർത്തു. സൈബർ ആക്രമണത്തിന്റെ പേരിലുള്ള അർജുന്റെ കുടുംബത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ലോറി ഉടമ മനാഫിന്റെ യൂട്യൂബ് പേജും കമന്റും പരിശോധിച്ചു വരികയാണെന്ന് അന്വേഷണ ചുമതലയുള്ള മെഡിക്കൽ കോളേജ് ACP. അന്വേഷണത്തിൽ കുറ്റക്കാരനാണെങ്കിൽ മനാഫിനെതിരെ നടപടിയെടുക്കുമെന്നും അല്ലെങ്കിൽ FIRൽ നിന്നും ഒഴിവാക്കുമെന്നും ACP അറിയിച്ചു. കുടുംബത്തിന്റെ ആദ്യ പരാതിയിൽ മനാഫിന്റെ പേരുണ്ടെന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് FIRൽ ഉൾപ്പെടുത്തിയതെന്നും ACP പറഞ്ഞു. നടനും സംവിധായകനുമായ ബാലചന്ദ്രമേനോന്റെ പരാതിയിൽ ആലുവ സ്വദേശിയായ നടിക്കും അഭിഭാഷകനുമെതിരെ കേസ്. നടിയും അഭിഭാഷകനും ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്നാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേസിൽ അഭിഭാഷകൻ സംഗീത് ലൂയിസിനെ 2ാം പ്രതിയാക്കിയാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. പോക്സോ കേസിൽ നടിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി തള്ളി. നടന്മാർക്കെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച് പരാതി നൽകിയ നടിക്കെതിരെ ബന്ധു കൂടിയായ പെൺകുട്ടി നൽകിയ പരാതി പ്രകാരമാണ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തത്. നടനും അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ മുൻ ജനറൽ സെക്രട്ടറിയുമായ ഇടവേള ബാബു ലൈംഗികാതിക്രമ കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിനു മുന്നിൽ ഹാജരായി. ആലുവ സ്വദേശിനിയുടെ പരാതിയിലെടുത്ത കേസിലാണ് ചോദ്യം ചെയ്യലിന് ഹാജരായത്. 2ാം വട്ടമാണ് കേസിൽ ഇടവേള ബാബുവിനെ ചോദ്യം ചെയ്യുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എയർ ഇന്ത്യ വിമാനത്തിൽ പുക കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് അധികൃതർ. യാത്രക്കാർക്കായി മറ്റൊരു വിമാനം ഏർപ്പെടുത്തും. തിരുവനന്തപുരത്ത് നിന്ന് മസ്കറ്റിലേക്ക് പുറപ്പെടാനിരുന്ന എയർ ഇന്ത്യ വിമാനത്തിൽ നിന്നാണ് പുക ഉയർന്നത്. ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന്റെ സാമൂഹികാഘാത പഠനം അടുത്തയാഴ്ച ആരംഭിക്കുമെന്ന് സൂചന. തൃക്കാക്കര ഭാരത് മാതാ കോളേജിലെ സോഷ്യൽ വർക്ക് വിഭാഗത്തിലെ 15 അംഗ സംഘമാണ് പഠനം നടത്തുന്നത്. 3 മാസത്തിനുള്ളിൽ പഠനം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാനാണ് ലക്ഷ്യമിടുന്നത്. എറണാകുളം മുനമ്പത്തെ വഖഫ് ഭൂമി പ്രശ്നത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് നാട്ടുകാർ. മുനമ്പം ബീച്ചിനോട് ചേർന്നുള്ള 104 ഏക്കറിൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചതോടെ പ്രദേശത്തെ 614 കുടുംബങ്ങളാണ് പ്രതിസന്ധിയിലായത്. കുടുംബങ്ങൾക്ക് ബാങ്കുകൾ വായ്പയും നിഷേധിക്കുന്നതോടെ ഇനി സമരരംഗത്തേക്കെന്നാണ് അവരുടെ തീരുമാനം. LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം BJP പിന്തുണയോടെ പാസായതോടെ UDFന് തിരുവനന്തപുരം വെമ്പായം ഗ്രാമപഞ്ചായത്ത് ഭരണം നഷ്ടമായി.
പഞ്ചായത്തിലെ പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനുമെതിരെ LDF ആണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. സർക്കാർ നൽകിയ അപ്പീലിൽ നാദാപുരം ഷിബിൻ കൊലപാതക കേസിൽ വിചാരണ കോടതി വെറുതെ വിട്ട പ്രതികൾ കുറ്റക്കാരാണെന്ന് ഹൈക്കോടതി കണ്ടെത്തി. 1 മുതൽ 6 വരെയുള്ള പ്രതികളും 15, 16 പ്രതികളുമാണ് കുറ്റക്കാരാണെന്ന് ഹൈക്കോടതി കണ്ടെത്തിയത്. കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയവരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും ഈ മാസം 15-ന് ഇവരെ ഹൈക്കോടതിയിൽ ഹാജരാക്കണമെന്നും കോടതി ഉത്തരവിട്ടു. എടോ എങ്ങനെയുണ്ട്? ഓണത്തിന് ഇതാണോ എടുക്കുന്നേ? ഓണക്കോടി വരും. അതെ, 10-ൽ ഒരാൾക്ക് ഈ സീരീസിൽ ഓണക്കോടി സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ, 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. പൈലറ്റുമാരില്ലാതെ യാത്രാവിമാനങ്ങൾ പറത്താനുള്ള പദ്ധതികൾക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നത് ആലോചനയിലെന്ന് റിപ്പോർട്ട്. ഫ്ലോറിഡയിലെ എയ്റോസ്പേസ് വമ്പന്മാരായ എബ്രാർ ആണ് ലോകത്തെ ആദ്യ AI അധിഷ്ഠിത യാത്രാവിമാനം എന്ന ആശയത്തിന് പിന്നിൽ. ഫ്ലോറിഡയിലെ ഒർലാൻഡോയിൽ വെച്ച് നടന്ന നാഷണൽ ബിസിനസ് ഏവിയേഷൻ അസോസിയേഷൻ ചടങ്ങിൽ എബ്രാർ ടീം ഈ ആശയം പങ്കുവച്ചു. ഉത്തർപ്രദേശിലെ കാൺപൂരിൽ ഇസ്രായേൽ നിർമ്മിത ടൈം മെഷീൻ വാഗ്ദാനം ചെയ്ത് ദമ്പതികൾ തട്ടിയത് കോടികൾ. ഇസ്രായേൽ നിർമ്മിത ടൈം മെഷീൻ വഴി യുവാക്കളാക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് ഡസൻ കണക്കിന് പ്രായമായവരെ കബളിപ്പിച്ച് 35 കോടി രൂപയാണ് ഇവർ തട്ടിയെടുത്തത്. കാൺപൂർ സ്വദേശികളായ രാജീവ് കുമാർ ദുബെയും ഭാര്യ ലക്ഷ്മി ദുബെയും കാൺപൂരിലെ കിദ്വായ് നഗർ ഏരിയയിലെ തെറാപ്പി സെന്റർ കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പ് നടത്തിയത്. തായ്വാന്റെ തെക്കൻ മേഖലയിൽ കൊടുങ്കാറ്റിന് പിന്നാലെ ആശുപത്രിയിൽ തീ പടർന്ന് 9 പേർക്ക് ദാരുണാന്ത്യം. ക്രാത്തോൺ കൊടുങ്കാറ്റ് സാരമായി ബാധിച്ച പിങ്ടൺ കൊണ്ടിയിലെ ആശുപത്രിയിലാണ് തീ പടർന്നത്. തീ പടർന്നതിന് പിന്നാലെയുണ്ടായ പുക ശ്വസിച്ചാണ് 9 പേരും മരിച്ചത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം പുരോഗമിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. ദില്ലി കാളിന്തിക്കുഞ്ചിൽ ഡോക്ടറെ ആശുപത്രിക്കുള്ളിൽ കയറി വെടിവെച്ച് കൊന്ന സംഭവത്തിൽ ഒരാൾ പോലീസ് പിടിയിൽ. 50 വയസ്സുകാരനായ യുനാനി ഡോക്ടറെ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ നൽകിയത് സ്ഥാപനത്തിലെ ഒരു നഴ്സിന്റെ ഭർത്താവാണെന്നാണ് പിടിയിലായ ആൾ വിശദമാക്കുന്നത്. ഉത്തർപ്രദേശിലെ മിർസാപൂരിൽ ട്രക്കും ട്രാക്ടർ ട്രോളിയും കൂട്ടിയിടിച്ച് 10 തൊഴിലാളികൾ മരിച്ചു. ഇന്ന് പുലർച്ചെയാണ് സംഭവം. അപകടത്തിൽ 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 13 തൊഴിലാളികളുമായി പോയ ട്രാക്ടർ ട്രോളിയിൽ നിയന്ത്രണം വിട്ട ട്രക്ക് പിന്നിൽ നിന്ന് ഇടിക്കുകയായിരുന്നുവെന്ന് SP വ്യക്തമാക്കി. തിരുപ്പതി ക്ഷേത്രത്തിൽ ലഡു തയ്യാറാക്കുന്നതിന് മൃഗക്കൊഴുപ്പ് ചേർന്ന നെയ്യ് ഉപയോഗിച്ചെന്ന വിവാദത്തിൽ സ്വതന്ത്ര അന്വേഷണ സംഘത്തെ നിയോഗിച്ച് സുപ്രീംകോടതി. ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ വികാരം ഉൾപ്പെടുന്നതാണ് ഈ വിഷയം എന്നും രാഷ്ട്രീയ കളി പാടില്ലെന്നും ജസ്റ്റിസുമാരായ BR ഗവായ്, KV വിശ്വനാഥൻ എന്നിവർ നിരീക്ഷിച്ചു. BJP അധികാരത്തിലെത്തുമെന്ന് പാർട്ടി റാലിയിലും അമിത്ഷായുടെ യോഗത്തിലും പ്രസംഗിച്ച് 1 മണിക്കൂർ തികയും മുൻപ് BJP നേതാവ് കോൺഗ്രസിൽ ചേർന്നു. മുൻ MP അശോക് തൻവറാണ് കോൺഗ്രസിൽ ചേർന്നത്. അമിത്ഷായുടെ യോഗത്തിന് ശേഷം രാഹുൽ ഗാന്ധി പങ്കെടുത്ത പരിപാടിയുടെ വേദിയിലെത്തിയാണ് തൻവർ പിന്തുണ അറിയിച്ചത്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി വെള്ളിയാഴ്ച പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകാനും രാജ്യത്തിന്റെ പദ്ധതികൾ സംബന്ധിച്ച ഒരു പൊതുപ്രഭാഷണം നടത്താനും ഒരുങ്ങുന്നു. 5 വർഷത്തിനു ശേഷമാണ് ഖമേനി ഇത്തരത്തിലൊരു അസാധാരണ പ്രഭാഷണം നടത്തുന്നത്. സംസ്ഥാനത്ത് ഇന്നും പുതിയ ഉയരം കുറിച്ച് സ്വർണ്ണവില. ഗ്രാമിന് 10 രൂപ വർദ്ധിച്ച് 7120 രൂപയിലെത്തി. പവൻ വില 80 രൂപ വർദ്ധിച്ച് 56,960 രൂപയുമായി. 57,000 തൊടാൻ ഇനി 40 രൂപയുടെ അകലം മാത്രമാണ് സ്വർണ്ണവിലയ്ക്ക് ഉള്ളത്. ഇന്നലെ കുറിച്ച റെക്കോർഡാണ് സ്വർണം ഇന്ന് തിരുത്തിയെഴുതിയത്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.